ഹായ്, അസ്സലാമലൈക്കും. ഇന്ന് നല്ലൊരു നാരങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ കടുക് പൊട്ടിക്കുക, കറിവേപ്പ് ഇടണം കേട്ടോ. അതിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കണില്ല. ഇട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും, ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കൂടുതൽ പച്ചമുളക് ഉപയോഗിച്ചിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. വെളുത്തുള്ളി ഒരു 15 അല്ലി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് കൂടുതലെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്, അളവ് നോക്കിയിട്ടില്ല. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അടി പിടിക്കണം നോക്കാം കേട്ടോ. തീ നല്ലപോലെ കത്തുന്നുണ്ട്, അതുകൊണ്ട് അടി പിടിക്കുന്നത് നല്ല പോലെ നോക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കാന്താരി മുളകിൻ്റെ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യണത്. നല്ല ടേസ്റ്റായിരിക്കും. പച്ചമുളക്, കാന്താരി മുളകിൻ്റെ പൊടി, അതുപോലെ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എരിവും മധുരവും ഒരുപോലെ നിൽക്കുന്നൊരു അച്ചാറായതുകൊണ്ട് അടിപൊളിയായിരിക്കും. അടി പിടിക്കാതെ ആ പഞ്ചസാര ഉരുകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടാൽ ഒരു പുളിയിഞ്ചിൻ്റെ ഒക്കെ ഒരു സാദൃശ്യമില്ലേ? അടിപൊളിയാണ്. 1 കിലോ നാരങ്ങ നല്ല ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി 2 കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ആ മിശ്രിതത്തിൽ കടന്നുകൊണ്ട് നല്ല പോലെ വേവണം. നാരങ്ങ എരിവും മധുരവും ഒക്കെ നാരങ്ങ വലിച്ചെടുത്ത് വേവുന്നത് കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. ചൂടാറിയാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. 2 ദിവസം വെക്കണം. നാരങ്ങൻ്റെ കയ്പില്ലോണ്ട് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമൊന്നും വരില്ല. പിന്നെ വിനാഗിരി ഒഴിക്കണം. നാരങ്ങ നന്നായിട്ട് വേവണം. ചൂടാറിയാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു അച്ചാറാണ് കേട്ടോ. പിന്നെ ഫോണിൽ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല. നമുക്ക് ക്യാമറ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ശരിയാക്കാം സാവകാശം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ്, ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ. ചൂടാറിയപ്പോൾ തന്നെ നമ്മുടെ നാരങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട്.